ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ 20 വർഷമായി പെരിന്തൽമണ്ണ പ്രവർത്തിക്കുന്ന അൽസലാമ ഐ ഹോസ്പിറ്റലിലെ വിട്രോ സർജൻ ഡോക്ടർ രേഷ്മയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. കഴിഞ്ഞ തവണ നമ്മൾ അൽസലാമ ഹോസ്പിറ്റലിലെ ഡോക്ടർ അനൂപുമായിട്ട് നമ്മൾ ഗ്ലൂക്കോമയെക്കുറിച്ച് സംസാരിക്കേണ്ടായി. ഈ തവണ ഞങ്ങൾ റെറ്റിനയെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വിട്രോ റെറ്റിന സർജൻ എന്ന നിലക്ക് എന്താണ്, വാട്ട് ഈസ് റെറ്റിന? റെറ്റിന എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളിപ്പം സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ കണ്ണിൻ്റെ ഞരമ്പെന്ന് നമുക്ക് പറയാം. ഇപ്പം അല്ലാന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ ദൃഷ്ടിപടലം എന്ന് പറയാം. ഇപ്പം നമ്മളൊരു ക്യാമറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാമറയിൽ ലെൻസും ഉണ്ടാവും, അതുപോലെ തന്നെ പുറകിൽ ഫിലിമും ഉണ്ടാവും. ആ ഫിലിമിലാണ് ഇമേജ് വന്ന് പതിക്കുന്നത്. അപ്പം ഇമേജ് വന്ന് പതിക്കുന്ന സ്ഥലമാണ് ആക്ച്വലി റെറ്റിന എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇമേജസിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ റെറ്റിനയിൽ നിന്നാണ്. അപ്പോൾ കാഴ്ചയ്ക്ക് അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. റെറ്റിന എത്രത്തോളം ഹെൽത്തി ആയിരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കാഴ്ചയുടെ കണ്ടീഷൻ വരുന്നത്. വിട്രിയോ റെറ്റിന എന്ന് പറയുന്നത് ഈ റെറ്റിനയുടെ ഫ്രണ്ട് പോർഷനിലായിട്ട്, അതായത് നമ്മുടെ കണ്ണെടുക്കുമ്പോഴത്തേന് അതിലൊരു പുറകിലൊരു ക്യാവിറ്റി പോലെയുണ്ട്. അതിലൊരു 4 ml വരുന്ന ഒരു ജെല്ലി പോലെയുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. അതാണ് വിട്രിയസ് എന്ന് പറയുന്നത്. അപ്പം പല രോഗങ്ങളിലും ഈ വിട്രിയസും റെറ്റിനയും അവർ ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും അസുഖങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഏരിയയാണ് വിട്രിയോ റെറ്റിന എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള ഡാമേജസ് ആണ് റെറ്റിനക്ക് സാധാരണഗതിയിൽ വരാൻ സാധ്യതയുള്ളത്? സാധാരണഗതിയിൽ റെറ്റിനൽ അസുഖങ്ങൾ 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളത്. ഇപ്പം പല പഠനങ്ങളും നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ പോപ്പുലേഷൻ ബേസ്ഡ് സ്റ്റഡീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് കണ്ണിൻ്റെ രോഗങ്ങളിൽ ഒരു 10 മുതൽ 20% റെറ്റിനൽ ഡിസീസസ് ഉണ്ട്. അതുപോലെ ഇപ്പം ഹോസ്പിറ്റൽ ബേസ്ഡ് സ്റ്റഡീസ് ഉണ്ട്, അരവിന്ദ് കോംപ്രഹെൻസീവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്. അവർ നോക്കിയപ്പോഴത്തേനും തിമിരത്തിൻ്റെ ഓപ്പറേഷനിൽ വരുന്ന 50% ആൾക്കാർക്കും റെറ്റിനയിൽ, അതായത് ഒരു സ്ക്രീനിങ് പ്രോസസ്സിലൂടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ റെറ്റിനയിൽ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞിട്ടാണല്ലോ കൂടുതലും ഈ ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം, അതുപോലെ BP കൂടിയ അസുഖങ്ങൾ, കൊളസ്ട്രോൾ, ഇതെല്ലാം കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിക്കും. അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന അസുഖങ്ങളുണ്ട്. ഇപ്പോൾ BP ഒരു മെയിൻ റിസ്ക് ഫാക്ടറായിട്ടുള്ള റെറ്റിനൽ വീനസ് ഒക്ലൂഷൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈവൻ ഇപ്പം നവജാത ശിശുക്കളിലാണെങ്കിൽ പോലും ഇപ്പോൾ ലോ ബർത്ത് വെയിറ്റ് ആയിട്ടുള്ള ബേബീസ്, മാസം തികയുന്നതിന് മുന്നേ ഡെലിവറി ആകുന്ന ബേബീസ്, അവർക്കൊക്കെ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് പറയുന്ന അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ 40 വയസ്സെന്നല്ല, 40 വയസ്സിൻ്റെ താഴെയുള്ള ആളുകൾക്കും ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതൽ. ആൾക്കാർക്ക് വേണമെങ്കിലും റെറ്റിനൽ ഡിസീസസ് ഉണ്ടാവാം. ഒരു മിഡിൽ ഏജ് ഒക്കെ നോക്കുമ്പോൾ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ തുടങ്ങിയ ഡിസ്ട്രോഫീസ് ഉണ്ട്. അപ്പം കണ്ണിൻ്റെ ഞരമ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയും നേരത്തെ ഈ അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അതുപോലെ വിഷ്വൽ ഔട്ട്കമ്മും വരുന്നത്. അപ്പം നമ്മൾ ഈ റെറ്റിനയിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മളിപ്പം എന്തെല്ലാം മെത്തേഡ് ഉപയോഗിച്ചാണ് നമുക്ക് ഇത് കണ്ടെത്താൻ കഴിയുന്നത്? ഒരു പേഷ്യൻ്റ് നമ്മുടെ OPDയിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ബേസിക് ആയിട്ടുള്ള ചെക്കപ്പ് ചെയ്യും. അതായത് കണ്ണിൻ്റെ കാഴ്ചയും കാര്യങ്ങളും കണ്ണിൻ്റെ പ്രഷറും ഒക്കെ നോക്കും. അതിനൊപ്പം തന്നെ നോർമൽ ചെക്കപ്പ് ചെയ്യും. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഫ്രണ്ട് പോർഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ മാഗ്നിഫൈഡ് ആയിട്ട് നമുക്ക് കാണാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോസ്കോപ്സ് ഉണ്ട്. ഇപ്പോൾ റെറ്റിന നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാ പേഷ്യൻസിനും നമ്മൾ ഡ്രോപ്സ് ഒട്ടിച്ചിട്ട് കൃഷ്ണമണി വികസിപ്പിക്കേണ്ടതായിട്ട് വരും. കൃഷ്ണമണി അല്ല, എക്സാക്ട്ലി ഐറിസ് വികസിപ്പിച്ചിട്ട് നമ്മൾ നോക്കും. അതിന് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ലെൻസസും എക്യുപ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സഹായത്തോടെ കൂടിയാണ് നമുക്ക് റെറ്റിന കാണാൻ കഴിയുന്നത്. പിന്നെ റെറ്റിനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നോക്കുമ്പം നമ്മുടെ ബ്ലഡ് വെസൽസും, അതായത് രക്തക്കുഴലുകളും ഞരമ്പുകളും കാണാൻ പറ്റുന്ന, ഡയറക്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു ഏരിയ ആണ് റെറ്റിന. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തിരിച്ചും ഇപ്പം ചില ഡിസീസസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിനയിൽ ഫൈൻഡിങ്സ് കണ്ടിട്ട്, ഇപ്പോൾ ലുക്കീമിയ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ പോലും റെറ്റിനയിൽ ഫൈൻഡിങ് കണ്ടിട്ട് നമ്മൾ ഫിസിഷ്യന് റെഫർ ചെയ്ത് അങ്ങനെയുള്ള അസുഖങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ റെറ്റിനയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പല രീതിയിലുള്ള സ്കാൻസ് ഉണ്ട്. അതിൽ ഒപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രാഫി എന്ന് പറയുന്ന സ്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ഒരു റെറ്റിന എന്ന് പറയുന്നത് വളരെ നേർത്ത പാളിയാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 200 മുതൽ 400 മൈക്രോണൊക്കെ തിക്നെസ് ഒക്കെ ഉള്ളൂ. പക്ഷെ അതിന് തന്നെ 10 ലെയർ ഉണ്ട്. അപ്പോൾ ആ 10 ലെയർ നമുക്ക് OCT സ്കാൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആ ഒരു രോഗത്തിനെ കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള ഐഡിയയും നമുക്ക് കിട്ടും. അതുപോലെ ട്രീറ്റ്മെൻറ്റിനെയും ഈ സ്കാൻസ് സഹായിക്കും. നമ്മൾ ഏതെല്ലാം രീതിയിലാണ് നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഈ സർജറിക്ക് മുമ്പ്, ഫൈനലി സർജറി ആണെങ്കിലും അതിന് സർജറിക്ക് മുമ്പ് നമുക്കുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്?
ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് രോഗത്തിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ചില ഏർലി ആയിട്ടുള്ള കേസസിലാണെന്നുണ്ടെങ്കിൽ ഐ ഡ്രോപ്സ് ഉണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള ഐ ഡ്രോപ്സ് ഉണ്ട്, അത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഈ പ്രമേഹത്തിനൊക്കെ ഇപ്പോൾ ഏറ്റവും സെൻറ്ററിൽ നീർക്കെട്ട് വരുമ്പോഴാണ് നമ്മൾ ഇഞ്ചെക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. പക്ഷേ അതിന് മുന്നേ ഈ സൈഡിലൊക്കെയുള്ള ചെറിയ ചെറിയ നീർക്കെട്ടും വളരെ നേരത്തെയുള്ള ട്രീറ്റ്മെൻറ്റും ആണെങ്കിൽ നമുക്ക് ഐ ഡ്രോപ്സ് കൊടുക്കാൻ കഴിയും. പിന്നെ ലേസർ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ ലേസർ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള പേഷ്യൻസ്, ഇപ്പം ഉദാഹരണം നമുക്ക് പ്രമേഹം തന്നെ പറയാം. അതാകുമ്പോൾ വളരെ കോമൺ ആണല്ലോ. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഡയബറ്റീസ് ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ പ്രമേഹവും അതുപോലെ ഡയബറ്റിക് റെറ്റിനോപ്പതിയും വളരെ കോമൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ഇപ്പോൾ ഒരു പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. ആ ഒരു സ്റ്റേജിൽ പേഷ്യൻ്റ് എത്തുമ്പം നമ്മൾ ലേസർ ട്രീറ്റ്മെൻറ്റ്സ് അതിനായിട്ട് സെൻറ്ററിൽ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ സെൻറ്ററിൽ ഒത്തിരി നീർക്കെട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആൻറ്റി-VEGF എന്ന് പറയുന്ന ഇഞ്ചെക്ഷൻസും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസും ഉണ്ട് കണ്ണിലെടുക്കുന്ന. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. പിന്നെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ സർജറിയിലേക്ക് പോകുന്നത് അല്ലേ? സർജറി കോംപ്ലിക്കേറ്റഡ് ആണോ സാധാരണഗതിയിൽ? ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പം കൂടുതലും അത് പ്രമേഹത്തിൻ്റെ ഇതാണ് വരുന്നത്. പിന്നെ അതല്ലാതെ തന്നെ വേറെ കേസസും ഉണ്ട് സർജറി ആവശ്യമായിട്ടുള്ള. ഇപ്പം കണ്ണിൽ എന്തെങ്കിലും ഒരു മുറിവ് പറ്റിയിട്ട് പെട്ടെന്ന് ആൾക്കാർക്ക് റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് ഒക്കെ വരാറുണ്ട്. അതൊരു എമർജൻസി നേച്ചറുള്ള സർജറിയാണ്. അത് നമുക്ക് മെഡിസിൻ കൊണ്ടോ അല്ലെങ്കിൽ ലേസർ കൊണ്ടോ ഇഞ്ചക്ഷൻ കൊണ്ടോ ഒന്നും ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. അതിന് സർജറി മാത്രമേ ഒരു ഓപ്ഷനായിട്ടുള്ളൂ. അപ്പം അതിന് ഇപ്പം റെറ്റിന സർജറി ഏത് തന്നെ ആയാലും ആ ഒരു രോഗത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എങ്ങനെയാണ് കാഴ്ചയുടെ ഔട്ട്കം വരുന്നത്, അതുപോലെ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ ഈ അൽസലാമ ഹോസ്പിറ്റലിൽ ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണ്. ട്രീറ്റ്മെൻറ്റിനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? സാധാരണഗതിയിൽ ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഒരു കണ്ണിനൊരു അസുഖം എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണല്ലോ സാധാരണ ഒരു പേഷ്യൻ്റ് ഒരു ഹോസ്പിറ്റലിൽ വരുന്നതും അതിന് ഈ സാധാരണ നമ്മൾ നോർമലി ഒരു റൊട്ടീനായിട്ട് നമ്മൾ ഈ റെറ്റിന അല്ലെങ്കിൽ കണ്ണിൻ്റെ ഒരു പരിശോധന ഒക്കെ ആവശ്യമുണ്ട് വാസ്തവത്തിൽ? റെറ്റിന ചെക്കപ്പ് എന്ന് പറയുന്നത് റുട്ടീൻലി ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും പ്രോബ്ലം, ഇപ്പോൾ ഞരമ്പിൽ ചെറിയ ചെറിയ വീക്ക് ഏരിയാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മളത് ഡീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ വലിയ സർജറിയിലേക്ക് പോവാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അത് കുട്ടികൾ മുതൽ തുടങ്ങി ഏറ്റവും പ്രായം ചെന്നവരിൽ വരെ റെഗുലറായിട്ട് റെറ്റിന എക്സാമിനേഷൻ. ഒരു റെറ്റിനയ്ക്ക് ഒരു പ്രോബ്ലം ഉള്ള ഒരു പേഷ്യൻറ്റിന് എന്താണ് അയാൾക്കൊരു സിംറ്റമായിട്ട് എന്താണ് ഉണ്ടാവുക? റെറ്റിന ഡിസീസസിൻ്റെ രോഗലക്ഷണങ്ങളെന്ന് പറയുന്നത് അഗെയിൻ അത് നമ്മുടെ രോഗത്തിന് ഇത് ആസ്പദമാക്കിയിട്ടിരിക്കും. ഇപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി പോലെയുള്ള രോഗങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പേഷ്യൻറ്റിന് ഒരിക്കലും സിംറ്റമായിട്ട്, അതായത് രോഗലക്ഷണം രോഗിക്ക് മനസ്സിലാവണമെന്നില്ല. അത് വളരെ അഡ്വാൻസ്ഡ് ആയി കണ്ണിൻ്റെ ഞരമ്പിൻ്റെ സെൻറ്ററിൽ ബാധിക്കുമ്പോഴും അതുപോലെ കണ്ണിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ്ങും ഒക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ രോഗി മനസ്സിലാക്കുന്നത് ഇത്ര ഒരു ഡിസീസ് സ്റ്റേജ് ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് പോയി പോകും. അങ്ങനെ ഒരു അഡ്വാൻസ് സ്റ്റേജിൽ വരുന്ന രോഗിക്ക് പിന്നെ ഒരു നോർമലി ഒരു സർജറി തന്നെയാണ് പോസിബിൾ ആയിട്ടുള്ളത് ആണോ? അതെ, സർജറിയാണ് അതിൻ്റെ ഒരു ഓപ്ഷനായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളിത് റെറ്റിന സർജറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ് ആവശ്യമാണ്. ഇപ്പോൾ ഒരു കണ്ണിലായിരിക്കും ഒരു രോഗിക്ക് ബ്ലീഡിങ് ഉള്ളത്, മറ്റേ കണ്ണിൽ അത്രയും ചിലപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടല്ലോ, മറ്റേ കണ്ണിൽ ഇഞ്ചക്ഷൻ ആയിരിക്കും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ രോഗിയുടെ കാഴ്ചയുടെ സ്ഥിതി എങ്ങനെയാണ്, മറ്റേ കണ്ണ് എങ്ങനെയാണ്. ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിസീസസിൽ ഇപ്പോൾ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും ഉള്ളത്. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ രോഗിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം തീരുമാനിക്കാനുള്ളത്. അത് ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട്. സാധാരണഗതിയിൽ ഈ സർജറി കൊണ്ട് ഇത് 100% ക്യൂറബിൾ ആണോ? എല്ലാ ഡിസീസസും 100% ക്യൂറബിൾ അല്ല. പക്ഷെ നമ്മൾ സർജറി ചെയ്യുന്ന, ഇപ്പം പ്രമേഹം തന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു രോഗിയുടെ കണ്ണിൻ്റെ ഉള്ളിൽ റെറ്റിന എന്ന് പറയുന്ന ഏരിയ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുകയും ചിലപ്പം ഈ ഒരു പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ള സ്റ്റേജിൽ അതിൽ അബ്നോർമൽ ആയിട്ടുള്ള വെസൽസ് വന്നിട്ട് അതിൻ്റെ ബ്ലീഡിങ് മാത്രമായിരിക്കും ഉള്ളത്. അപ്പം അങ്ങനെയുള്ള സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ആ ബ്ലീഡിങ് കാരണം എത്ര കാഴ്ചയാണോ നഷ്ടപ്പെട്ടിട്ടുള്ളത് അത്രയും കാഴ്ച രോഗിക്ക് ഇമ്പ്രൂവ് ആകും. ഇപ്പം ഈ ഒരു ഡിസീസിൽ ഇപ്പം നമ്മുടെ എല്ലാം ഒരു ബ്ലഡ് സപ്ലൈൻ്റെ പ്രോബ്ലം ഉണ്ടാവും കണ്ണിൻ്റെ ഞരമ്പിൽ. ഇപ്പോൾ സെൻറ്റർ ഞരമ്പിലൊക്കെ ബ്ലഡ് സപ്ലൈ തീരെ കുറവാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഈ ബ്ലീഡിങ് വന്നിരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. അത് ബ്ലീഡിങ് ക്ലിയർ ആയി കഴിഞ്ഞ് പിന്നെ സ്കാൻസ് ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ നോക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ബ്ലഡ് സപ്ലൈ തീരെ കുറവാണെന്നുണ്ടെങ്കിൽ കാഴ്ചയ്ക്കുള്ള സാധ്യതകളും കുറവായിരിക്കും. നമ്മളൊരു പബ്ലിക്സിന് ഡോക്ടർ കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? മെയിനായിട്ടുള്ളത് റെഗുലറായിട്ടുള്ള ചെക്കപ്പാണ്. ഉദാഹരണത്തിന് ഇപ്പം നമ്മളിപ്പോൾ ഒരു കണ്ണിൻ്റെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കണ്ണടയ്ക്ക് വേണ്ടിയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഇപ്പം ഹൈ പവറുള്ള ആൾക്കാർക്ക് സാധാരണ കണ്ണിന്
ഈ കാര്യമായ ഒരു അസുഖമൊന്നും ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരു റൊട്ടീൻ ചെക്കപ്പിന് പൊതുവെ ആളുകൾ മടിക്കും. മറ്റുള്ളതുപോലെയല്ല. കാരണം എന്തെങ്കിലും പ്രയാസം തോന്നുമ്പോഴാണല്ലോ കണ്ണ് ചെക്കപ്പിന് വരുന്നുള്ളൂ. നിങ്ങൾ മാഡം പറഞ്ഞ പോലെ റൊട്ടീൻ ചെക്കപ്പ് എന്ന് പറയുന്നത് ഒരു ശീലം പോലെ ആയി വരണ ആളുകളുടെ ഇടയിൽ അവയർനെസ് നമുക്ക് കൊടുക്കാൻ കഴിയണം. അതാണ് വേണ്ടത്. കാരണം റെറ്റിന എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ പ്രോബ്ലം വരുമ്പോൾ മാത്രമേ ഒരു ലക്ഷണമായിട്ട് ചിലപ്പോൾ വരുള്ളൂ. ആളുകളെ റെറ്റിനയെ കുറിച്ച് അത്ര കോൺഷ്യസ് ആയിരിക്കില്ല. അവരിപ്പോൾ കണ്ണിന് എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ കണ്ണിന് വേദന അല്ലെങ്കിൽ കാഴ്ചക്കുള്ള പ്രയാസം ബുദ്ധിമുട്ടെന്നൊക്കെ മാത്രമേ ആലോചിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴാണ് അവർ സാധാരണ ഒരു ഗതിയിൽ ഒരു ഡോക്ടറെ സമീപിക്കുന്നത്. അപ്പം മാഡത്തിൻ്റെ അഭിപ്രായത്തിൽ പോരാ, അതിങ്ങനെ പതിവായിട്ട് നമ്മളൊരു ഇൻ്റർവെല്ലിൽ വെച്ചിട്ട് നമ്മൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ്. അതെ, ആദ്യത്തെ ഒരു റെറ്റിന ചെക്കപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 വർഷത്തിലൊക്കെ ഒരിക്കലൊക്കെ ചെക്കപ്പ് മതിയാവും. അത് യങ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ഇപ്പോൾ പ്രായം ചെല്ലുന്തോറും ഇപ്പോൾ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ തന്നെ ചെക്കപ്പ് വേണം. പിന്നെ ഹൈ പവറുള്ള ആൾക്കാരാണ്, ഇപ്പം എന്തെങ്കിലുമൊക്കെ വീക്ക് ഏരിയാസ് ഉള്ളവരാണെന്നെങ്കിൽ അതിനനുസരിച്ച് 6 മാസത്തിലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ഒന്നുമില്ലെങ്കിൽ പോലും. ഇപ്പോൾ മാഡം ഒരു വിട്രോ സർജൻ എന്നുള്ള നിലക്ക് മാഡത്തിന് കുറച്ച് കാലമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ ഈ ഫീൽഡിൽ വന്നതിന് ശേഷമുള്ള. അപ്പോൾ എന്തെങ്കിലും അനുഭവങ്ങൾ എടുത്ത് പറയാനുണ്ടോ? അനുഭവങ്ങൾ എടുത്ത് പറയാനുള്ള ഒരുപാട് പേഷ്യൻസിൻ്റെ ഉണ്ട്. അതിൽ 1-2 എണ്ണം പറയാം. എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഒത്തിരി ഏജ് ഉണ്ട്, ഒരു 60 വയസ്സിന് മുകളിൽ എന്തായാലും ഉണ്ട്, അതായത് 60-65 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പം ആ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേനും ആ പേഷ്യൻ്റിന് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല, എല്ലാം ഉണ്ട്, ബോഡിയിലുള്ള എല്ലാ അസുഖങ്ങളും ഉണ്ട്, കൊളസ്ട്രോൾ, ഹാർട്ട് പ്രോബ്ലം എല്ലാം ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് വന്നപ്പം ആ പേഷ്യൻ്റെ 4ാമത്തെ സർജറി ആയിരുന്നു. അപ്പോൾ ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ പേഷ്യൻറ്റിനും അറിയാം ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ സർജറിയെ പറയുള്ളൂ എന്നുള്ള കാര്യം അറിയാം. അപ്പം വന്നപ്പോഴത്തേനും ഒട്ടും കാഴ്ചയില്ല, അതായത് നമ്മൾ കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള കാഴ്ചയേ ഉള്ളൂ. പക്ഷേ ആദ്യം കുറച്ച് മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പതുക്കെ ഷുഗേഴ്സ് കൺട്രോൾ ആവാനുണ്ടായിരുന്നു. അപ്പോൾ ഷുഗർ കൺട്രോളായിട്ട് സർജറി ചെയ്തു. അപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കഴിഞ്ഞ ആ ഒരു ഡേറ്റിൽ സർജറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേനും ആ പേഷ്യൻ്റ് ക്യൂവിലൊന്നും വെയിറ്റ് ചെയ്യാനായിട്ടൊന്നും തയ്യാറായില്ല. നേരെ വന്നു, എന്നിട്ട് പറഞ്ഞു, ഓ ഡോക്ടറെ, ഞാൻ ഇപ്പോഴാണ് ഡോക്ടറിൻ്റെ മുഖം കാണുന്നത്, അതുപോലെ ആ ബോർഡൊക്കെ വായിക്കാൻ പറ്റി എനിക്ക് എന്നൊക്കെയുള്ള രീതിയിൽ വലിയ സന്തോഷത്തിൽ പറഞ്ഞു. നമുക്കറിയാം പേഷ്യൻറ്റിന് കാണുന്നില്ല എന്നുള്ള കാര്യം, പക്ഷേ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിന് പോലും അവർ ആക്ച്വലി കാണുന്നില്ല. പേഷ്യൻറ്റിന് അതായത് ബ്ലീഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കാഴ്ച ഇമ്പ്രൂവ് ആയി. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. രണ്ടാമതൊരു പേഷ്യൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പേഷ്യൻ്റ് ഒത്തിരി ട്രാവൽ ചെയ്ത് അടുത്ത ഒരു ഓയിൽ റിമൂവൽ സർജറി ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി ട്രാവൽ ചെയ്ത് ഒരു 2 ആഴ്ച മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പേഷ്യൻസ് നമ്മൾ അന്വേഷിച്ച് വരുമ്പോഴത്തേനും സന്തോഷമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം എല്ലാ റെറ്റിന സർജറീസിനും നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും ചിലപ്പോൾ ആ ഒരു ഡിസീസസിൻ്റെ കണ്ടീഷൻ കാരണം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വിഷൻ നമുക്ക് കൊടുക്കാൻ കഴിയില്ല, നമുക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ സർജറി ചെയ്തു. ആ പേഷ്യൻ്റ് തന്നെ ഫോഴ്സ് ചെയ്തു, മാഡം ഒന്ന് ശ്രമിച്ചു നോക്കൂ, ചിലപ്പം എങ്ങനെയെങ്കിലും കാഴ്ച വന്നാലോ എന്നുള്ള രീതിയിലൊക്കെ, അതായത് കുറച്ച് ഫോഴ്സ് ചെയ്തിട്ട് തന്നെ സർജറി ചെയ്യിപ്പിച്ചു എന്നെ കൊണ്ട്. പക്ഷേ ഞാൻ നോക്കിയപ്പോഴത്തേനും റെറ്റിനയൊക്കെ ഫുള്ളി ഡാമേജ്ഡ് ആണ്. അതായത് ഒട്ടും രക്തയോട്ടമൊന്നും ഇല്ല, വിഷൻ വരാനായിട്ട് ഒരു സാധ്യതയും ഇല്ല. നമ്മുടെ തിയറട്ടിക്കൽ നോളജൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ വിഷൻ വരാൻ ഒരു സാധ്യതയില്ല. അപ്പം സർജറി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പേഷ്യൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പം? അപ്പോൾ പറഞ്ഞു, എനിക്ക് കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ ഉള്ളതിനെക്കാട്ടിയും കൂടുതൽ, നേരത്തെ ജസ്റ്റ് ഒരു ലൈറ്റിൻ്റെ ഒരു രശ്മി ഒരു സൈഡിൽ നിന്ന് വരുന്ന ആ ഒരു ഇത് മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി എനിക്ക് വെളിച്ചം കാണാൻ പറ്റുന്നുണ്ട് ഡോക്ടറെ, എനിക്ക് ഇതിൽ വലിയ സന്തോഷമുണ്ട്. പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ 20 വർഷമായി വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അൽസലാമ ഐ ഹോസ്പിറ്റലിലെ ഡോക്ടർ രേഷ്മയാണ് അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. നന്ദി ഡോക്ടർ.